അസ്സലാമു അലൈക്കും എല്ലാവർക്കും മോം ടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നട്ട്സ് പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നട്ട്സ് പൗഡർ എന്തിനാണ് ബേബീസിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബേബീസിൻ്റെ മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നട്ട്സ് പൗഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വെയിറ്റ് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് 8 മന്ത് കഴിഞ്ഞുള്ള ബേബീസിനാണ് ഇത് കൊടുക്കേണ്ടത്. ഒരിക്കലും 6 മന്ത് തൊട്ടുള്ള ബേബീസിന് നട്ട്സ് കൊടുക്കരുത്. പിന്നെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പീനട്ട്സ് മാക്സിമം ഒഴിവാക്കുക. പീനട്ട്സ് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പീനട്ട്സ് ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇതിൽ ബദം വാൽനട്ട്സും പിന്നെ പിസ്തയുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് 3 റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യുക, എല്ലാതും കൂടി മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇതിന് 3നും 3 കട്ടിയായതുകൊണ്ട് തന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് പൊടിക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക, ഓരോന്നായിട്ട് പൊടിക്കുക, എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിക്കാണ്ടിരിക്കുക. കാരണം വാൽനട്ട്സിലൊക്കെ ഒരുപാട് എന്താ പറയുക ഓയിൽ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ പൊടിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ചു കഴിഞ്ഞാൽ ബട്ടർ രൂപത്തിലായി പോകും. അതുകൊണ്ടാണ് ഞാൻ എല്ലാതും കൂടെ ഇട്ട് പൊടിച്ചെടുക്കാത്തത്, ഓരോന്നായിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ പൊടിച്ചപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട് ഓരോന്ന് പൊടിച്ചെടുക്കുമ്പോൾ. പിന്നെ ഇതിലും ഇനിയും ഒരുപാട് പൊടിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പനങ്കൽക്കണ്ടം ചേർത്താൽ മതി, നന്നായിട്ട് പൊടിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ചില കുട്ടികൾക്ക് 8 മന്ത് ആയ ബേബീസിന് കൊടുത്താലും ഫുഡ് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 10 മന്ത് കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ 3 ദിവസം കൊടുത്തിട്ടും അലർജി ഉണ്ടോ എന്ന് നോക്കുക. കാരണം നട്ട്സ് അലർജി ഒരുപാട് കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് കൊടുക്കുന്നത് കൊണ്ട് ഭയങ്കര നല്ലതാണ്. എത്രയും നേരത്തെ കൊടുക്കുന്നത് അത്രയും നല്ലതാണ് കുട്ടികളുടെ എന്താ പറയുക ഇനി അങ്ങോട്ടുള്ള എല്ലാ മൂമെൻറ്റ്സിനും ഭയങ്കര നല്ലതാണ് നട്ട്സ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അലർജി ഇല്ലയെന്ന് കൺഫേം ആക്കിയിട്ട് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക, ഒരിക്കലും പുറത്ത് സ്റ്റോർ ചെയ്യാണ്ടിരിക്കുക. കാരണം ഇതിൽ പൂപ്പിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ പുറത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ പൂപ്പിൽ നമുക്ക് അറിയില്ല, ഇതിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, കാരണം അത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസം, 1 മാസം 2 മാസമൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കിത് ഏത് ഫുഡിൻ്റെ കൂടെയും കൊടുക്കാൻ പറ്റും. നിങ്ങൾ ബേബീസിന് കൊടുക്കുന്ന ഏത് ഫുഡിൻ്റെ കൂടെയും കൊടുക്കാം. കുറുക്കിൻ്റെ കൂടെ ആണെങ്കിലും അതോ ഫ്രൂട്ട് പ്യൂരീസിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് 1 സ്പൂൺ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.